ഹായ് ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി രുചിയുള്ള ഒരു മുട്ട മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മുട്ട നിറച്ചതെന്ന് വേണമെങ്കിൽ പറയാം. മുട്ട ഇഷ്ടമുള്ളവർക്ക് ഇനി ഇത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, 2-3 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നല്ലപോലെ കുനുകുനാന്നരിഞ്ഞെടുക്കാം. 3 മുട്ടയാണ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുള്ളത്. അതായത് ഈ കാണുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് മുറിച്ച് വെക്കണം. അതായത് നടുഭാഗത്തുകൂടി ഒരു 90% മുറിച്ചാൽ മതി കേട്ടോ, മൊത്തം മുറിഞ്ഞു പോകരുത്. എൻ്റെത് മുറിഞ്ഞു പോയി ഒരെണ്ണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാളയും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു 3-4 മിനിറ്റ് മതിയാവും, നല്ലപോലെ ഒന്ന് വഴണ്ട് കിട്ടും. അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ, പക്ഷേ ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ആ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് അരമുറി നാരങ്ങാ നീരും നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, സംഭവം റെഡി ആയിട്ടുണ്ട് മസാല. ഇനി നമ്മുടെ മുട്ടയുടെ അകത്ത് ഇതുപോലൊന്ന് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഒരു മുട്ട പോയി കേട്ടോ, ഒരു മുട്ട ഞാൻ കട്ട് ചെയ്തപ്പം അത് ഫുള്ളങ്ങ് കട്ടായിപ്പോയി, പക്ഷെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് കൂടി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കുനുകുനാന്നരിഞ്ഞ കുറച്ച് സവാളയും ഒരു നാരങ്ങ ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് സൈഡിലും കൂടെ വെച്ചേക്കാം കേട്ടോ. വേണമെങ്കിൽ പിഴിഞ്ഞൊഴിക്കാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. സൂപ്പറാണ്. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.